നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളിപ്പം ചെയ്തിരിക്കുന്ന ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000-ഓളം വിദ്യാർത്ഥികൾ ഫിസിക്കൽ ടെസ്റ്റിനായി കാത്തിരിക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള നിയമനങ്ങളുടെ നടപടികൾ വൈകുന്നത് ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് നിലവിലെ കണ്ടീഷൻ എന്താണ്, എത്രത്തോളം വിദ്യാർത്ഥികൾ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു ഡേറ്റയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയുകയാണെങ്കിൽ 027/2022, 556/2022 മുതൽ 563/2022, 694/2022 ഇത്രയും ഏകദേശം 10ഓളം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പോസ്റ്റിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റാണ് ഇപ്പോഴും നിയമന നടപടികൾ വൈകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ എത്രത്തോളം വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റാണ് നമ്മൾ എടുക്കുന്നത്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 52 പേരാണ് വന്നിരിക്കുന്നത്. സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ 15 പേര്, ടോട്ടൽ 67 പേരാണ് ലാസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ കട്ട് ഓഫ് വന്നിരുന്നത് 60.89 ആയിരുന്നു. ടോട്ടൽ വേക്കൻസി ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 11 വേക്കൻസിയാണ്. കൊല്ലം ജില്ല എടുക്കുമ്പോഴേക്കും 55 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്, 24 പേര് സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ, ടോട്ടൽ 79 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അവിടുത്തെ കട്ട് ഓഫ് വന്നിരുന്നത് 53.19. ഇതുവരെ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയുടെ എണ്ണം 9. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് എടുക്കുമ്പോഴേക്കും 107 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്, 36 പേര് സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ, ടോട്ടൽ ഷോർട്ട് ലിസ്റ്റ് വന്നത് 143 പേര്, കട്ട് ഓഫ് വന്നത് 49.65. ഇതുവരെ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയുടെ കണക്ക് 9. കോട്ടയം ഡിസ്ട്രിക്റ്റ് എടുക്കുമ്പോഴേക്കും 32 പേര് മെയിൻ ലിസ്റ്റിലും 19 പേര് സപ്ലിമെൻ്റൽ ലിസ്റ്റിലും, ടോട്ടൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നവരുടെ എണ്ണം 51 പേര്, കട്ട് ഓഫ് വന്നത് 61.33. ഇതുവരെ വേക്കൻസികളൊന്നും റിപ്പോർട്ട് ആയിട്ട് നമ്മുടെ സൈറ്റിൽ കാണുന്നില്ല. ഇടുക്കി ഡിസ്ട്രിക്റ്റ് എടുക്കുമ്പോഴേക്കും 267 പേര് മെയിൻ ലിസ്റ്റിലും 67 പേര് സപ്ലിമെൻ്റൽ ലിസ്റ്റിലും, ടോട്ടൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്ന 334 പേര്, കട്ട് ഓഫ് 40.37. വേക്കൻസികൾ ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എറണാകുളം ജില്ല എടുക്കുമ്പോഴേക്കും 137 പേര് മെയിൻ ലിസ്റ്റിലും 29 പേര് സപ്ലിമെൻ്റൽ ലിസ്റ്റിലും, ടോട്ടൽ 166 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. 47.6 കട്ട് ഓഫ് വന്നത്. ടോട്ടൽ 12 വേക്കൻസിയാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. 53 പേര് മെയിൻ ലിസ്റ്റിലും 28 പേര് സപ്ലിമെൻ്റൽ ലിസ്റ്റിലും, ടോട്ടൽ 81 പേരാണ് ഇതുവരെ ഷോർട്ട് ലിസ്റ്റിൽ വന്നത്. 48.59 കട്ട് ഓഫ് വന്നത്. ഇതുവരെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തത് 9. പാലക്കാട് ഡിസ്ട്രിക്റ്റ് എടുക്കുമ്പോഴേക്കും 90 പേര് മെയിൻ ലിസ്റ്റിലും 42 പേര് സപ്ലിമെൻ്റൽ ലിസ്റ്റിലും വന്നിട്ടുണ്ട്. ടോട്ടൽ 232 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ടേബിളിൽ 19 കൊടുത്തിരിക്കുന്നത്, 190. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അവിടെ കട്ട് ഓഫ് വന്നത് 47.16. ഇതുവരെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തത് 45 വേക്കൻസികളാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റ് എടുക്കുമ്പോഴേക്കും 34 പേര് മെയിൻ ലിസ്റ്റിലും 26 പേര് സപ്ലിമെൻ്റൽ ലിസ്റ്റിലും വന്നിട്ടുണ്ട്. ടോട്ടൽ 60 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. കട്ട് ഓഫ് വന്നത് 42.14. ഇതുവരെ റിപ്പോർട്ടായ വേക്കൻസിയുടെ എണ്ണം 5. കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് എടുക്കുമ്പോഴേക്കും 115 പേര് മെയിൻ ലിസ്റ്റിലും 65 പേര് സപ്ലിമെൻ്റൽ ലിസ്റ്റിലും, ടോട്ടൽ 180 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. 57.71 കട്ട് ഓഫ് വന്നത്. ഇതുവരെ റിപ്പോർട്ടായ വേക്കൻസിയുടെ എണ്ണം 16. വയനാട് ഡിസ്ട്രിക്റ്റ് എടുക്കുമ്പോഴേക്കും 137 പേര് മെയിൻ ലിസ്റ്റിലും 47 പേര് സപ്ലിമെൻ്റൽ ലിസ്റ്റിലും വന്നിട്ടുണ്ട്. ടോട്ടൽ 184 പേരാണ് ഇതുവരെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. 48.25 കട്ട് ഓഫ് വന്നത്. ഇതുവരെ റിപ്പോർട്ടായ വേക്കൻസിയുടെ എണ്ണം വെറും 4. കണ്ണൂർ ഡിസ്ട്രിക്റ്റ് എടുക്കുമ്പോഴേക്കും 55 പേര് മെയിൻ ലിസ്റ്റിലും 24 പേര് സപ്ലിമെൻ്റൽ ലിസ്റ്റിലും വന്നിട്ടുണ്ട്. 79 പേരാണ് ടോട്ടൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. കട്ട് ഓഫ് വന്നത് 64.67. ഇതുവരെ വേക്കൻസികളൊന്നും റിപ്പോർട്ടായിട്ടില്ല. അടുത്ത കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് എടുക്കുമ്പോഴേക്കും 26 പേര് മെയിൻ ലിസ്റ്റിലും 30 പേര് സപ്ലിമെൻ്റൽ ലിസ്റ്റിലും വന്നിട്ടുണ്ട്. ടോട്ടൽ 56 പേരാണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. 51.78 അവിടുത്തെ കട്ട് ഓഫ് വന്നത്. ഇതുവരെ റിപ്പോർട്ടായ വേക്കൻസിയുടെ എണ്ണം 2. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ 13 ജില്ല എടുക്കുമ്പോഴേക്കും വന്നിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലായിട്ട് ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ എണ്ണവും വന്നിരിക്കുന്ന കട്ട് ഓഫും ഇതുവരെ റിപ്പോർട്ടായ വേക്കൻസിയുടെ ഡീറ്റെയിൽസ്. അടുത്ത നമ്മൾ ടോട്ടൽ കണക്ക് ഒന്ന് എടുക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് കോളത്തിൽ കാറ്റഗറി നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആ കാറ്റഗറി നമ്പേഴ്സ്. പിന്നെ ടോട്ടൽ പേഴ്സൺസ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നവരുടെ കണക്കെടുക്കുമ്പോഴേക്കും 1269 നമ്മുടെ 027/2022 ടോട്ടൽ കണക്ക് ഉൾപ്പെട്ടവരുടെ. അതുകൂടാണ്ട് ബാക്കിയുള്ള കാറ്റഗറി നമ്പർ ആയിട്ടുള്ള ബാക്കിയുള്ള പോസ്റ്റുകളിൽ ഉൾപ്പെട്ട ഏകദേശം കണക്കെന്ന് പറഞ്ഞ് 252 മേളിലാണ്. അതുകൂടാണ്ട് സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 542. അത് 027/2022 ഡീറ്റെയിൽസാണ്. ഇതുവരെ ഈ ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന ആൾക്കാരുടെ ടോട്ടൽ കണക്കെടുക്കുമ്പോൾ ഏകദേശം 2063 മേളിൽ വരും. ഇതുവരെ റിപ്പോർട്ടായ വേക്കൻസി 027/2022 തന്നെ വെറും 122 വേക്കൻസികൾ മാത്രമാണ് ഇതുവരെ റിപ്പോർട്ടായിരിക്കുന്നത്. ബാക്കിയുള്ള പോസ്റ്റുകളിൽ ഏകദേശം 18 മേളിൽ വരും. അങ്ങനെ ടോട്ടൽ ഏകദേശം
140ഓളം വേക്കൻസികളാണ് ഇതുവരെ റിപ്പോർട്ടായിരിക്കുന്നത്. അപ്പം ഫിസിക്കൽ ടെസ്റ്റിംഗകത്ത് ഏകദേശം 2063 മേളിൽ ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. പക്ഷേ PSCയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല, എല്ലാം വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ലിസ്റ്റുകൾ, അതായത് ഈ ഫിസിക്കൽ ടെസ്റ്റും കൂടെ വരുന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റ് ഉടനെ തന്നെ വരികയാണെങ്കിൽ ഈ CPO പോലുള്ള ബാക്കി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ലിസ്റ്റുകളിൽ നിന്ന് കുറേ പേരൊക്കെ ഈ ഒരു ജോലിയിലേക്ക് മാറിപ്പോവുകയും താഴെ റാങ്കുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന CPO ലിസ്റ്റ് പോലെയുള്ള ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കിട്ടുകയും ചെയ്യും. അപ്പം ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് നിയമനം നടത്തുവാനായി PSCയുടെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ നടപടികൾ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഈ ചെയ്തിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരാം.